ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള തന്നെയാണ് കേട്ടോ ഇന്നും പറയുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. രേവതി കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ചെരുപ്പ് തുന്നുന്നേ. അവർക്ക് വേണ്ടിയിട്ട് ഇന്നും ഭക്ഷണമായിട്ട് വരുവാണ്. രേവതി ഭക്ഷണമായിട്ട് വരുന്നത് കാണുമ്പോൾ തന്നെ അവിടെയുള്ള ആ അച്ഛന് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അമ്മ കണ്ടിട്ടില്ല, ഇത് നോക്ക് ആരാ വന്നിരിക്കുന്നതെന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വിളിച്ച് കാണിച്ചു കൊടുക്കുവാണേ. രേവതിയാണെന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും ചെരുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേ ഒരു പയ്യൻ 3 ജോഡി ചെരുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ കൊണ്ടു തന്നതേ ഉള്ളൂ. അത് ആരാണെന്ന മട്ടില് നമ്മുടെ രേവതി ഇങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്ത് വേറെ ആരുമല്ല, നമ്മുടെ സച്ചിയാണ്. രേവതിയുടെ ശബ്ദം കേൾക്കുമ്പോഴേക്കും സച്ചിയാണെങ്കിൽ അരികിലേക്ക് വരുന്നുണ്ട്. സച്ചിയെ കണ്ടോടനെ തന്നെ രേവതി അവര് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവര് ഭാര്യ ഭർത്താക്കന്മാരൊന്നും അറിയില്ല. ഇത് നോക്ക് മോനെ, ഞങ്ങള് ഇവിടെ വിശന്ന് ചാവാൻ കിടക്കുന്ന സമയത്ത് ദാ ഈ മോളാണ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് ഞങ്ങളുടെ വിശപ്പ് അടക്കിയത്. ഇവളാണ് ഞങ്ങളുടെ ജീവൻ തന്നെ രക്ഷിച്ചത്. സച്ചിയാണെന്നുണ്ടെങ്കിൽ രേവതിയെ ഒരു പരിചയമില്ലാത്തത് പോലെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും കൂടി ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവര് ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊന്നും ആ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയുന്നില്ല കേട്ടോ. സച്ചി പതിവ് പോലെ തന്നെ ഒരാളെ പരിചയപ്പെടുത്തി തന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ നമസ്കാരം പറയുന്നുണ്ട്. തിരിച്ച് രേവതിയും അതുപോലെ പറയുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ രേവതിയുടെ പേര് ചോദിക്കുന്നത്. അന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആ അമ്മയ്ക്ക് അന്ന് തീരെ വയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പേര് ചോദിക്കാൻ വേണ്ടി പറ്റിയൊരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ രേവതി പേര് പറഞ്ഞു കൊടുക്കുവാണ് രേവതി എന്ന്. തുടർന്ന് നമ്മുടെ സച്ചിയാണല്ലോ ഇവർക്ക് 3 ജോഡി ചെരുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുത്തിരിക്കുന്നത്. ഇതാ മോളെ, ഈ മോനാണ് ഞങ്ങൾക്ക് ചെരുപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് കാശ് കയ്യിൽ വന്നു. ആഹാ, അത് കൊള്ളാലോ. ഇപ്പോഴത്തെ കാലത്ത് ചെരുപ്പ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദൂരെ എറിഞ്ഞു കളയാണ് ചെയ്യുക. എന്നാൽ ചെരുപ്പ് വീണ്ടും തുന്നിയിട്ട് അത് ഒരുപാട് കാലം ഉപയോഗിക്കുക എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ അടുത്ത് കുറവാണ്. എങ്കിലും ഇവരത് ചെയ്തല്ലോ, അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ജോലി ആയല്ലോ. ഇതിലൊക്കെ എന്താണ് അത്ര വലിയ കാര്യം ഇരിക്കുന്നത്? എനിക്ക് ഒരു സാധനം തയ്ച്ചു കിട്ടണം, അതിനു വേണ്ടിയിട്ട് ഞാൻ തന്നു. പക്ഷെ യാതൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് ദിവസവും ഭക്ഷണം കൊണ്ട് തരുന്നുണ്ടല്ലോ, അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ അമ്മ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ വയസ്സായിട്ടുള്ള അമ്മ പറയുന്നുണ്ട്, അതേ മോനെ, നീ പറഞ്ഞത് കറക്റ്റ് ആണ്. എന്നാ ഇത് കേട്ട് രേവതി പറയുന്നുണ്ട്, ഭക്ഷണം തരുന്നതിനേക്കാൾ വലുത് നിങ്ങൾക്ക് അധ്വാനിച്ച് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അത് വലിയ കാര്യം തന്നെയാണ്. അതിനുള്ളൊരു അവസരമാണല്ലോ ഇദ്ദേഹം തന്നിരിക്കുന്നത്. ഇതുപോലെയുള്ള ആൾക്കാരെ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല അല്ലേ അച്ഛ എന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ശരി, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. രേവതി ഭക്ഷണം കൊടുത്തതിന് തിരികെ പണം കൊടുക്കുവാണ് കേട്ടോ അദ്ദേഹം. ഇതെന്താന്ന് രേവതി ചോദിക്കുമ്പോ, ഇതാ ഇപ്പൊ ഞങ്ങൾക്ക് ജോലി വന്നു, മോൾ ഈ പണം കയ്യിൽ വെച്ചോ. നിങ്ങളുടെ മകള് നിങ്ങൾക്ക് തരുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണത്തിന് പണം കൊടുക്കോ എന്ന് രേവതി ചോദിക്കാണ് കേട്ടോ തിരിച്ച്. ഞങ്ങൾ രണ്ടുപേരും 10-40 വർഷമായിട്ട് സുഖ ദുഃഖങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവിച്ച് ഒന്നിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മോളും മോളുടെ ഭർത്താവും ഒരുപാട് കാലം ഇങ്ങനെ തന്നെ ജീവിക്കണം. അത് കേട്ടിട്ട് നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയെ ഇങ്ങനെ നോക്കുന്നുണ്ട്. സച്ചി ഇങ്ങനെ ഒരു ചെറിയൊരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അവളുടെ ഭർത്താവ് അവളെ നന്നായിട്ട് നോക്കുന്നു പറയാണ്. തിരിച്ച് രേവതിയും പറയുന്നുണ്ട്, ഇവരുടെ ഭാര്യ ഇവരുടെ മനസ്സ് പോലെ തന്നെ ഇവരെ നന്നായിട്ട് നോക്കൂ. ശരി, എനിക്ക് പൂ കൊടുക്കാൻ പോകാൻ വേണ്ടിട്ട് സമയമായി, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ അടുത്ത് യാത്ര പറയും. സച്ചിയുടെ അടുത്ത് ഇങ്ങനെ തലയാട്ടിയിട്ട് രേവതി വണ്ടിയിൽ കയറിയിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി സച്ചിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോവാണ്. സച്ചിയും അതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി രേവതി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. ചെരുപ്പൊക്കെ തയ്ച്ച് മേടിച്ചതിന് ശേഷം സച്ചി നേരെ ചെല്ലുന്നത് കാർ ഷെഡിലേക്കാണ്. അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. എന്താ രാവിലെ മുതൽ നിങ്ങൾ ആരും ട്രിപ്പിനൊന്നും പോയില്ലെന്ന് ചോദിക്കുമ്പോ അതിന് ട്രിപ്പ് വരണ്ടേ? കാറ് കണ്ടിട്ട് മഹേഷും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ആ ഉണ്ട്, പക്ഷെ അവന് ട്രിപ്പ് വന്നു കഴിഞ്ഞാലും പോവാൻ വേണ്ടി പറ്റില്ല. അതെന്ത് പറ്റി? അവൻ മര്യാദയ്ക്ക് കാർ ഓടിച്ചാൽ മാത്രല്ലേ അവന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അവൻ നല്ലപോലെയാണല്ലോ കാർ ഓടിക്കുന്നത്, പിന്നെ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നേ? അവൻ കുടിച്ചിട്ടുണ്ട്, പിന്നെ കാർ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ശരിയായിട്ട് ഓടിക്കാൻ വേണ്ടി പറ്റുക? കുടിച്ചിട്ടുണ്ടെന്നോ? ഇല്ല, അവൻ ഒരിക്കലും ഈ സമയത്തൊന്നും കുടിക്കില്ല. അവൻ നല്ല കുടിച്ച് പൂസായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കട തുറന്ന ഉടനെ തന്നെ കുടിച്ചിട്ട് വന്ന് കിടക്കുക എന്ന് പറയണേ. അപ്പൊ എന്തോ ഒരു കാര്യം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചി അവന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. സച്ചി വന്നിട്ട് മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ, ആ വന്നോടാ നീ എന്ന് ചോദിക്കുകയാണ്. നീ എന്താടാ ട്രിപ്പ് പോകുന്ന സമയത്ത് കുടിച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങുന്നത്? അതൊന്നുമില്ല സച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം നീ എഴുന്നേക്കട മഹേഷ് എന്ന് പറഞ്ഞിട്ട് എഴുന്നേപ്പിക്കുകയാണ്. എഴുന്നേക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് തന്നെ സച്ചിയാണ് പിടിച്ച് ഇരുത്തിക്കുന്നത്. നീ അതിന് മാത്രമൊക്കെ കുടിച്ചോടാ എന്ന് ചോദിക്കുമ്പോ ഇല്ല എന്ന് പറയണേ. എടാ, നമ്മളൊക്കെ അധ്വാനിച്ചിട്ട് ക്ഷീണിക്കുന്ന സമയത്ത് ആഴ്ചയിൽ 1-2 പെഗ് അത്രയല്ലേ അടിക്കാറുള്ളൂ. എന്നാ നീയാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊന്ന് പോകുന്ന സമയത്തൊക്കെ കുടിച്ച് ഇവിടെ പൂസായി കിടക്കുവാണോ? ഞാനെങ്ങാനും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെ ചീത്ത വിളിക്കുന്നതല്ലേ? എന്നിട്ട് നീ തന്നെയാണോടാ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതൊന്നും അത്ര ശരിയല്ല. ഇപ്പൊ ഇതിന് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് എന്താടാ പ്രശ്നം ഉണ്ടായത്? എന്ത് പ്രശ്നമാണെങ്കിലും മഹേഷേ നീ പറയടാ. ഇത് കേട്ട മഹേഷ്, എടാ സ്വന്തവും ബന്ധവും കൂട്ടും കുടുംബവും ഒന്നും ഇല്ലാത്തതാ നല്ലത്,
അങ്ങനെ ഉണ്ടെങ്കിൽ എന്നും പ്രശ്നം മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അത് കേട്ട സച്ചി ചോദിക്കുന്നത്, എന്താടാ നീ ഭാര്യയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമാണോ എന്നാണ്. അന്ന് ഞാൻ രേവതിയുമായിട്ട് അടിയുണ്ടാക്കിയ സമയത്ത് നീ ഭയങ്കര അഡ്വൈസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നല്ലോ, എന്നാ ഇപ്പൊ നിനക്കെന്താ പറ്റിയത്? അതൊന്നും അല്ലടാ പ്രശ്നം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നീ കാര്യം പറ. മഹേഷിന്റെ അച്ഛന്റെ ഏട്ടന്റെ 60ാം പിറന്നാള് ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതിനെന്താടാ നീ പോയതും കാര്യങ്ങളെ കുറിച്ചൊക്കെ മുമ്പ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേടാ, എന്റെ അച്ഛന് ഇപ്പോ 60 വയസ്സായി. അച്ഛന്റെ ഏട്ടന്റെ മക്കളൊക്കെ നടത്തിയതുപോലെ തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ വേണ്ടി പറ്റുന്നില്ല. അതിനെന്താടാ, നിനക്ക് ആഘോഷിച്ചൂടെ? ഫംഗ്ഷൻ നന്നായിട്ട്. അതിനിടെ കാശ് വേണ്ടേ? നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് ആഗ്രഹങ്ങൾ കൂടുതലുണ്ടാവും, പക്ഷെ കയ്യിൽ കാശ് അത്ര പെട്ടെന്ന് വരില്ലല്ലോ. ഞാനും ഒരുപാട് സ്ഥലത്ത് കാശൊക്കെ ചോദിച്ചു നോക്കി, പക്ഷെ എവിടുന്നും കിട്ടിയില്ല. അതുമാത്രല്ല, വീട്ടിലുള്ള സ്വർണ്ണമൊക്കെ അടവിൽ വെച്ചിരിക്കുകയാണല്ലോ. ഇപ്പൊ ചെലവിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ കൂലിപ്പണി എടുത്തിട്ട് നല്ല രീതിയിലാണ് വളർത്തിയത്. എന്നാൽ വയസ്സായ കാലത്ത് അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ അത് ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് മഹേഷ്. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും കണ്ടിട്ട് നമ്മൾ ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല. ഈ വയസ്സാം കാലത്ത് എന്റെ അച്ഛന് വേണ്ടിയിട്ട് എനിക്ക് അതുപോലും ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട്. എടാ, നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത്? അച്ഛന്റെ 60ാം പിറന്നാള് ആഘോഷിക്കണം. അത് ആഗ്രഹിക്കുന്ന ഒരു തെറ്റല്ലല്ലോ. തെറ്റാണെടാ. കാശില്ലാത്തവര് അതൊന്നും ആഗ്രഹിക്കാൻ വേണ്ടി പാടില്ല. എടാ, കാശൊക്കെ വരും. നമ്മളെന്താ കോടീശ്വരന്മാരെ മാതിരി വലിയ വലിയ ഫംഗ്ഷൻ ഒന്നല്ലല്ലോ നടത്താൻ വേണ്ടി പോകുന്നത്. നമ്മുടെ കാശിനനുസരിച്ചുള്ള രീതി ചെറിയൊരു ഫംഗ്ഷൻ അത് നമ്മൾ ആഘോഷിക്കും. അതിനിപ്പോ എന്തോരം പണത്തിന്റെ ആവശ്യം വേണം? അതൊക്കെ നമുക്ക് ഏർപ്പാടാക്കാം. നീ ഫംഗ്ഷന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്ക്. എടാ, പണം എവിടുന്ന് കിട്ടാനാ? അതൊക്കെ അറേഞ്ച് ചെയ്യാന്നുള്ള കാര്യം പറഞ്ഞില്ലേ? ഏകദേശം എത്ര രൂപ വേണ്ടി വരും എന്നുള്ള കാര്യം ചോദിക്കുമ്പോ 1 ലക്ഷം രൂപേന്റെ അടുത്ത് വരുന്നു പറയുന്നുണ്ട്. ശരി, അതല്ലേ, നമുക്ക് എന്തായാലും അറേഞ്ച് ചെയ്യാം. ഇല്ല സച്ചി, അതൊന്നും അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല. ഇല്ല സച്ചി, ഇതൊക്കെ നമ്മുടെ വിധിയാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും മഹേഷ് അവിടെ കിടക്കും. ഇതാണ് നമ്മുടെ വിധി എന്ന് വിചാരിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാൻ വേണ്ടി പറ്റില്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ, വേണ്ട കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുക എന്നുള്ള കാര്യം. ഇങ്ങനെ ഒന്നും കഴിയില്ല എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. ഇല്ല സച്ചി, കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം പണം വന്നിട്ടില്ലെങ്കിൽ എല്ലാം വെറുതെ ആയി പോവില്ലേ? ഞാനല്ലേടാ പറയുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കും. പണം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വന്നിരിക്കും. 60 വയസ്സ് എന്നുള്ളത് എപ്പോഴും വരുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ നീ നിന്റെ അച്ഛന് വേണ്ടിയിട്ട് 60ാം പിറന്നാൾ ആഘോഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. നീയാണ് നല്ലൊരു മകൻ. നിനക്ക് പണം ഞാൻ തരാം. എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിടന്ന് മഹേഷിനെ എഴുന്നേപ്പിക്കുകയാണ്. മഹേഷിനെ എഴുന്നേപ്പിച്ച് നിർത്തിയതിന് ശേഷം കൂട്ടുകാരുടെ അടുത്ത് പറയുന്നുണ്ട് ഇവൻ ആദ്യം മോര് കളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം വീട്ടിൽ കൊണ്ടാക്കിയിട്ട് മഹേഷിന്റെ അടുത്ത് കുളിച്ച് ആദ്യം നീ നോർമലായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി നോക്ക്. നിനക്കൊരാവശ്യം വരുന്ന സമയത്ത് ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ, നിനക്ക് വേണ്ടിയിട്ട് ഞാൻ സഹായിക്കും. എന്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ നിനക്ക് തരാം. ആദ്യം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സച്ചി അവിടുന്ന് പോവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ശ്രുതി ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് ഷോറൂമിൽ ഇരിക്കുന്നതാണ്. ശ്രുതി അരികിലേക്ക് വന്നിട്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ മുഖം പിടിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. രാവിലെ മുതൽ 10-15 ആൾക്കാരോളം സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടിയിട്ട് ഇന്റർവ്യൂവിന് എടുത്ത് ക്ഷീണിച്ചിരിക്കുകയാണ് കേട്ടോ ആള്. ഇത്രയും പേരെ ഇന്റർവ്യൂ ചെയ്തിട്ടും ഒരാളെ പോലും സെലക്ട് ആയില്ലല്ലോ എന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നത്. അതല്ലെങ്കിലും എങ്ങനെയാണ് സെലക്ട് ആവുക? സെക്യൂരിറ്റി ജോലിക്ക് വരുന്ന ആൾക്കാരുടെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ, നിനക്ക് കരാട്ടെ അറിയോ, കുൻഫു അറിയോ, ഒരാൾ വന്നു കഴിഞ്ഞാൽ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. എന്നാൽ സുധിയാണെന്നുണ്ടെങ്കിൽ അമേരിക്കന്റെ പ്രസിഡന്റ് ആരാണെന്നും കേരളത്തിന്റെ പോപ്പുലേഷൻ എന്താണ്, ഇങ്ങനെ കളക്ടർ ഉദ്യോഗത്തിന് വരുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെയാ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും? ഇത് കേട്ട് ശ്രുതി ചോദിക്കുന്നത് നമ്മുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ജനറൽ നോളജ് വേണ്ടേ എന്നാണ്. അതിന്റെ ആവശ്യം എന്താണ്? സെക്യൂരിറ്റി ജോലിക്ക് വരുന്ന ആൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തടുക്കാനുള്ള ശക്തി ഉണ്ടായാൽ പോരെ? ജനറൽ നോളജ് വെച്ചിട്ട് എന്താണ് ശ്രുതി ചെയ്യാൻ വേണ്ടി പോകുന്നത്? അങ്ങനെയല്ല ശ്രുതി ഞാൻ പറഞ്ഞത്. ശക്തി മാത്രം ഉണ്ടായാൽ പോരാ, ജനറൽ നോളജും വേണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിലേക്ക് വരുന്ന ആള് ഏത് വിധത്തിലുള്ളതാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിയും കൂടി വേണം. അല്ലാതെ ഒരു പൊട്ടനെ എടുത്ത് ജോലിക്ക് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മുടെ കടയ്ക്കല്ലേ അപമാനമായിട്ട് വരും. അങ്ങനെയൊന്നുമില്ല ശ്രുതി. ഈ ജോലിക്ക് അങ്ങനെ ബുദ്ധിയുള്ള ഒരാൾ വേണമെന്നൊന്നുമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പൊട്ടനായാലും മതി. അങ്ങനെ ഒരാളെ കിട്ടുന്നുള്ള കാര്യം തോന്നുന്നില്ലെന്ന് ശ്രുതി പറയുന്നുണ്ട്. നോക്കാം, 2-3 പേരും കൂടി കോൾ ചെയ്തിട്ടുണ്ടല്ലോ, അവരും കൂടി വരട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ ഇരിക്കുന്ന സമയത്താണ് അപ്പോഴാണ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വേറൊരാൾ വരുന്നത് കേട്ടോ. ഹൈറ്റും വെയിറ്റും ഒക്കെ ഉള്ള നല്ല വലിയൊരു മനുഷ്യനാണ് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ഒരു സ്റ്റാഫിന്റെ അടുത്താണ് ചോദിക്കുന്നത്, ഇവിടെ ജോലിക്ക് ആൾ ആവശ്യമുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. ദ ഓണർ സാർ അവിടെയുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ അങ്ങ് പറഞ്ഞു വിടുവാണ്. കൂടെയുള്ള മറ്റ് സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇവിടെ എന്താ രാവിലെ മുതൽ ഒരുപാട് ആൾക്കാർ കയറി ഇറങ്ങുന്നുണ്ടല്ലോ എന്ന്. അത് സെക്യൂരിറ്റി ജോലിക്ക് വേണ്ടിയിട്ട് ആൾക്ക് ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓണർ സാർ വല്ലാതെ ഭയന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ് തോന്നുന്നത്. അതെ, ആരൊരാൾ വന്നിട്ട് ലെറ്റർ കൊടുത്തിട്ട് പോയല്ലോ, കുറച്ചു നാളായിട്ട് കളർ ഷർട്ട് ഇട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഇനി എന്തെല്ലാം കോമഡിയാണ് കാണാൻ വേണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ കുറിച്ചിട്ട് സ്റ്റാഫ് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരിക്കുവാണ്. ശ്രുതിയുടെ ആ ഇരിപ്പ് കാണുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, മതി ശ്രുതി, ഇനിയിപ്പോ ആരും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വല്ല ഏജൻസിക്ക് ഏറ്റവും കൊടുക്കാം.
അങ്ങനെയാകുമ്പോൾ ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പോഴേക്കും ഇദ്ദേഹമാണെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അരികിലേക്ക് വരുന്നുണ്ട്. സർ, ഇവിടെ സെക്യൂരിറ്റി ജോലിക്ക് ആളെ വേണമെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേ ശ്രുതി ആളെങ്ങനെ നോക്കുന്നുണ്ട്. അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ വലിയ മനുഷ്യനാണ്, ഒരു 8 അടിയോളം വരും കേട്ടോ, നല്ല തടിയുണ്ട്. രണ്ടുപേരും അയാളെ അടിമുടി നോക്കുവാണേ. അങ്ങനെ അയാളടുത്ത് ഇരിക്കാൻ വേണ്ടി പറയുമ്പോ വലിയ സൈസിലുള്ള ചെയർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ. ഇല്ല, ഞങ്ങളുടെ സൈസിലുള്ള ചെയറേ ഉള്ളൂ എന്ന് ശ്രുതി. ശരി, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. മുമ്പ് സെക്യൂരിറ്റി ജോലി എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ 2-3 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അവരൊക്കെ അത്യാവശ്യം ഹൈ ടോപ്പുള്ള ടീംസ് ആണ് കേട്ടോ. അത് മാത്രമല്ല അവര് പിന്നീട് US-ലും അവിടെ ഇവിടെ പോയ സെറ്റിലായ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം അവര് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നല്ല രാശിയുള്ള ആളാണല്ലേ. അതെ സർ, ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ടെന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ശരി, US-ന്റെ പ്രസിഡന്റ് ആരാന്നുള്ള കാര്യം ശ്രുതി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുകയാണെ. അത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി വേണ്ട, അവർക്ക് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായില്ലേ. ശ്രുതിയുടെ അറിവ് കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കുന്നത് ശരിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ശ്രുതി ചോദിക്കുന്നത് ആരെങ്കിലും ആയിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയുമെന്ന്. ആരായിട്ട് അടി ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ശ്രുതിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും അതൊക്കെ ഞാൻ പറയാം. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അറിയോ എന്നുള്ള കാര്യമാണ്. സർ, അറിയാം സർ, ഞാൻ ബോക്സിങ്ങിലൊക്കെ ചേർന്നിട്ടുണ്ട്, ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം കേൾക്കുമ്പോൾ കുറച്ച് ഇംപ്രസ് ആവുന്നുണ്ട് കേട്ടോ ശ്രുതി. ശരി, നിങ്ങളുടെ വെയിറ്റ് എത്രയെന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോഴേക്കും ശ്രുതി മതി, ഇവരെ നീ എന്താ മിലിറ്ററിയിൽ ചേർക്കാനായിട്ട് പോവാണോ? അല്ലല്ലോ, എനിക്കെന്തോ ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ശ്രുതിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്കും ഓക്കെ ആണ്. ശരി, എന്തായാലും നിങ്ങൾ സെലക്ട് ചെയ്യാം. രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഡ്യൂട്ടി ടൈം വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ലീവ് ഒന്നും ചോദിക്കരുത്, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ലീവ് ഉള്ളൂ. അതൊക്കെ കേട്ടിട്ട് അദ്ദേഹം ഓക്കെയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ കടയിലേക്ക് ആരൊക്കെ വരുന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കണം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മോഷ്ടാക്കൾ വരുന്നുണ്ട്. അവരെ ആരൊക്കെയാന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനത്തെ ആൾക്കാരെ ഒരിക്കലും കടയിലേക്ക് വരാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ സാർ നമുക്ക് നോക്കാം എന്നാണ് കേട്ടോ അദ്ദേഹം പറയുന്നത്. അത് കഴിഞ്ഞിട്ട് സാലറിയെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത്. മന്ത്ലി സാലറി ആയിട്ട് 10,000 തരും. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ നോക്കിയതിന് ശേഷം ഇൻക്രിമെന്റ് തരാമെന്ന് പറയുകയാണെ. അതെല്ലാം അവർ ഓക്കെയാണ്. സാലറിയും അതുപോലെ തന്നെ ഫുഡും വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഫുഡോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ, നമ്മുടെ ശരീരം ഫിറ്റ് ആയിട്ട് വെക്കാനുള്ള ഫുഡ് വേണം. അതിന് ഒരു ലിസ്റ്റും പറയുന്നുണ്ട് കേട്ടോ. രാവിലത്തെ ഭക്ഷണം അവർ കഴിച്ചിട്ടാണ് വരൂ. അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് 12 മുട്ടയും പിന്നെ ചോറ്, മീൻകറി, ഇറച്ചിക്കറി എല്ലാം പറയുന്നുണ്ട്. രാത്രിയിലേക്കാണെന്നുണ്ടെങ്കിൽ 12 ചപ്പാത്തിയും പിന്നെ മട്ടൻ കറിയും വേണമെന്നാണ് പറയുന്നത്. ഇത് കേട്ട ഉടൻ തന്നെ ശ്രുതി പറയുന്നുണ്ട്, ശമ്പളത്തെക്കാൾ കൂടുതൽ ഇതിന് ചെലവ് വരുമല്ലോ എന്ന്. ഇത്രയൊക്കെ കഴിച്ചാൽ മാത്രമേ ശരീരം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആരെങ്കിലും അടിയുണ്ടാക്കാനൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തൂക്കിയെടുത്ത് എറിയാനും കഴിയുള്ളൂ. അത് മാത്രമല്ല സർ, ഈ ജോലിക്ക് നല്ല അറിവും വേണമല്ലോ. ഒരാളെ ഒരു തവണ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ ഏത് തരത്തിലുള്ള ആളാന്നുള്ള കാര്യം ഞാൻ പറയും. ബുദ്ധി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും സർ നന്നായിട്ട് ഭക്ഷണം കഴിക്കണമല്ലോ. ഇത് കേട്ട ശ്രുതി പറയുന്നുണ്ട്, അതെല്ലാം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഈ ജോലിക്ക് ഫിറ്റ് ആണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? കാരണം ചിലരൊക്കെ കാണുമ്പോൾ വലിയ ആളെ പോലൊക്കെ തോന്നും, പക്ഷെ പ്രശ്നം എന്ന് വരുമ്പോഴേക്കും അവൻ ഇട്ടിട്ട് ഓടും. അങ്ങനെ താൻ ശക്തിമാനാണെന്നുള്ള കാര്യം തെളിയിക്കണല്ലോ. അതിനു വേണ്ടിയിട്ട് ശ്രുതി ഇരിക്കുന്ന അവിടേക്ക് ചെന്നിട്ട് സാർ ഒന്ന് എഴുന്നേൽക്കൂ എന്ന് പറയുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ സാർ ഒന്ന് എഴുന്നേറ്റ് ഇവിടെ നിൽക്കൂ. എഴുന്നേറ്റ് നിന്ന ഉടനെ തന്നെ അയാളങ്ങ് കയ്യിലങ്ങ് എടുക്കുവാനുണ്ട് ശ്രുതി. എന്നിട്ട് വട്ടം കറക്കുവാണ്. അത് കാണുമ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, താഴെ വെക്ക്, അയ്യോ എനിക്ക് പേടിയാവുന്നേ, എന്നെ താഴെ വെക്ക് എന്നിട്ട് ശ്രുതിയും കിടന്ന് അലറുന്നുണ്ട് കേട്ടോ. ഞാൻ എന്റെ ജോലി എങ്ങനെ ചെയ്യുന്നുള്ള കാര്യമല്ലേ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പറഞ്ഞിട്ട് കറക്കിയതിന് ശേഷം താഴെ വെക്കുന്നുണ്ട്. ശ്രുതിക്കാണെങ്കിൽ തല കറങ്ങിയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. കണ്ണാണെന്നുണ്ടെങ്കിൽ ഒരു തെളിച്ചങ്ങനെ വരുന്നില്ല. അപ്പോഴേക്കും ശ്രുതിയുടെ ശബ്ദം കേട്ടുകൊണ്ട് സ്റ്റാഫ് എല്ലാം കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരെ ശ്രുതിയാണെങ്കിൽ ഓടിക്കാണ് കേട്ടോ, എന്തവിടെ നോക്കി നിൽക്കുന്നതെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്. ശ്രുതി ഇപ്പൊ ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോ ഓക്കെ ആയി, പക്ഷെ നിന്നിട്ടും എനിക്ക് തല കറങ്ങുന്നുണ്ടല്ലോ ശ്രുതി. ഇപ്പൊ സാറിന് കാര്യം മനസ്സിലായില്ലേ? ഇതുപോലെയാണ് ഞാൻ ഓരോരുത്തരെ തൂക്കിയെടുത്ത് എറിയാൻ വേണ്ടി പോകുന്നത്. സാറിന്റെ പിന്നിൽ ഞാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സാറിന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ പോലും വരില്ല. ഇതെല്ലാം കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ശരി സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അയാളങ്ങ് പോയതിനു ശേഷം ശ്രുതി ഇവൻ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് കേട്ടിട്ട് തന്നെ എനിക്ക് ഭയം തോന്നുന്നു. അതിനെന്താ, അയാൾക്ക് അത്രയും വലിയ ശരീരമില്ലേ, പിന്നെ കഴിക്കാതിരിക്കോ? എന്തായാലും ഇതുപോലുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് പിന്നെ ഭയപ്പെടേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അപ്പോയിന്റ്മെന്റ് ചെയ്യാല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയാണ്.